അമേരിക്കൻ മദ്യത്തിനും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ ഉയർന്ന നികുതി ചുമത്തുന്നതിനെ വിമർശിച്ച് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ഇന്ത്യക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. If you look at the rates of tariffs across the board that Canadians have been imposing on the American people and our workers here, it is egregious. In fact, I have a handy-dandy chart here that shows not just Canada, but the rate of tariffs across the board. If you look at Canada, since you brought it up, American cheese and butter, nearly 300% tariff. You look at India, 150% tariff on American alcohol. You think that's helping Kentucky bourbon be exported into India? I don't think so. 100% tariff on agricultural products from India. Look at Japan, tariffing rice, 700%. ഇന്ത്യ, കാനഡ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഈടാക്കുന്ന താരിഫുകൾ കാണിക്കുന്ന ഒരു ചാർട്ട് ലീവിറ്റ് വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടി. ചാർട്ടിൽ ത്രിവർണ്ണ പതാകയുടെ നിറങ്ങളുള്ള 2 വൃത്തങ്ങൾ ഇന്ത്യ ചുമത്തുന്ന താരിഫുകൾ എടുത്തു കാണിച്ചു. പതിറ്റാണ്ടുകളായി കാനഡ അമേരിക്കയെയും കഠിനാധ്വാനികളായ അമേരിക്കക്കാരെയും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ജനതയ്ക്കും നമ്മുടെ തൊഴിലാളികൾക്കും മേൽ കാനഡക്കാർ അടിച്ചേൽപ്പിക്കുന്ന താരിഫ് നിരക്കുകൾ പരിശോധിച്ചാൽ അത് വളരെ ഭയാനകമാണ്. വാസ്തവത്തിൽ കാനഡയുടെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലെയും താരിഫ് നിരക്കുകൾ കാണിക്കുന്ന ഒരു ചാർട്ട് എന്റെ കൈവശമുണ്ട്. കാനഡയിലേക്ക് നോക്കൂ. അമേരിക്കൻ ചീസിനും വെണ്ണയ്ക്കും ഏകദേശം 300% തീരുവ ചുമത്തുന്നുണ്ട് എന്ന് കരോലിൻ വ്യക്തമാക്കി. ഇന്ത്യയിലേക്ക് നോക്കൂ. അമേരിക്കൻ മദ്യത്തിന് 150% തീരുവയാണ് ചുമത്തുന്നത്. കെൻഡക്കി ബർബൺ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ അത് സഹായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവയാണ്. ജപ്പാനെ നോക്കൂ, അരിക്ക് 700% തീരുവ ചുമത്തുന്നു, ലെവിറ്റ് കൂട്ടിച്ചേർത്തു. അടുത്തിടെ ഇന്ത്യയുടെ ഉയർന്ന താരിഫ് നിരക്കുകൾ കാരണം ഇന്ത്യയുമായുള്ള വ്യാപാരം വളരെ ബുദ്ധിമുട്ടാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. വ്യാപാര നയങ്ങൾ പുനഃപരിശോധിച്ച ശേഷം ഇന്ത്യ താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ചതായും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു.